എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, എന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. കിളിങ്ങാക്കിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമുട്ടെ, പിണങ്ങാൻ എന്താണ് എന്താണ്, മിനുങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. എൻ്റെ എല്ലാം എല്ലാമല്ലേ, എൻ്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. ഞാനും വരട്ടെ, ഓടി വെയിറ്റ് എനിക്കും കെട്ടിപ്പിടിക്കാൻ ഒരു ചാൻസ് തരണം. കിട്ടിയില്ല, ഞാൻ ക്ഷയിക്കേണ്ടി വരും. ഭയങ്കര നൈസ് ഫീലായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് പ്രേക്ഷകർ ഇത് കണ്ടിരിക്കുന്ന ആ ഒരു ഫീലിനെക്കാട്ടും 100 മടങ്ങായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഫീൽ. അതിന്റെ 1000 മടങ്ങായിരുന്നു ഇവിടെ ഒരു കോമ്പിനേഷൻ. ശരിക്കും നമുക്ക് മൂവിയിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ സിൽ ഔട്ട് ഒക്കെ കാണാൻ പറ്റുള്ളൂ, പക്ഷെ ഇത് ലൈവായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്ത് ഫ്ലോറിൽ ശരിക്കും നമ്മുടെ ഫ്ലോറിന്റെ ഒരു സൂപ്പർ വേർഡ്. നവീൻ ഗ്രേഷ്മ ക്ലാസിക് പെർഫോമൻസ്. ക്ലാസിക്കൽ ഡാൻസ് എന്നൊക്കെ പറയും, പക്ഷെ ഇത് ക്ലാസിക് ഡാൻസ് ആണ്. ഭയങ്കര രസമായിരുന്നു. കാരണം നിങ്ങളുടെ ആ ഒരു മൂവ്മെന്റും, പക്ഷെ നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, ആ എന്താ പറയുന്ന പാദസരം വരെ എടുത്തു കാണിച്ചിട്ടുള്ള ഒരു ഡയലോഗ് പോലും മിസ് ചെയ്തിട്ടില്ല. ഇതിനിടയ്ക്ക് എല്ലാം ഫില്ല് ചെയ്തായിരുന്നു. സൂപ്പർ ആയിരുന്നു കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു. ഈ ലാലേട്ടനൊക്കെ കണ്ട ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലേ, അതായത് തിരിഞ്ഞിട്ട് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ലേ, അതായത് ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കുമ്പോ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലേ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. അങ്ങനെ ഡാൻസ് സ്റ്റെപ്പിന് ചിലപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആവും, പക്ഷെ ഓരോ മൊമെന്റിലും ഒരു ഗ്രേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എംബിരെ രണ്ടുപേരും ബോത്ത് ഓഫ് അടിപൊളി. നിങ്ങൾ എത്ര വർഷത്തെ പരിചയമുണ്ട്? ഞങ്ങളൊരു 1 year. 1 year. പക്ഷെ എനിക്ക് തോന്നി എന്താ അറിയോ, ഇപ്പൊ ഈ ഗ്രേസിന്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ ഒരു കെമിസ്ട്രി നമ്മൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ. നിങ്ങൾ ഒരുപാട് തവണ ഒരുമിച്ച് ഡാൻസ് കളിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് റീൽ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 1 year ആയി. അതുകൊണ്ട് ആ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ട്. റീലിന് വേണ്ടി അങ്ങനെ കണക്ട് ആയതാണ്. ഓ ആണ്, that's nice, that's nice. രണ്ടുപേരും സെപ്പറേറ്റ് ഡാൻസ് കളിച്ചിട്ട് ഇൻസ്റ്റയിൽ പരിചയപ്പെട്ട് അങ്ങനെ ആയതാണോ? ഞങ്ങള് പ്രോഗ്രാമിലാണ് മീറ്റ് ചെയ്ത്, ഒരു ഡാൻസ് പ്രോഗ്രാമിൽ മീറ്റ് ചെയ്തു. എന്നിട്ട് റീലിന്റെ കാര്യം അങ്ങനെ ഷെയർ ചെയ്തപ്പോൾ പുള്ളിക്കാരി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എത്ര റീൽസ് ചെയ്തിട്ടുണ്ടാവും? ഒരു 50-60. സീരിയസ്ലി. പക്ഷെ ആ കാര്യത്തിൽ ഒരു ചെറിയതുണ്ട്. ദേവിചന്ദ്രൻ ചേച്ചിനെ നിങ്ങൾ ജയിച്ചില്ല. ചേച്ചി ഇന്ന് മാത്രം ഇട്ടൊരു 10 റീല്. ഡാൻസ് കളിക്കാൻ ഏറ്റവും മടിയുള്ള ചേട്ടനെ വരെ ഞങ്ങൾ ഡാൻസ് കളിപ്പിച്ചു. കാരണം എന്നാലെങ്കിലും എന്തേലും ഒന്ന് കിട്ടട്ടെ. അതായിരുന്നു നമ്മുടെ ഇലുമിനാറ്റി പെർഫോമൻസ്. അങ്ങനെ പിന്നെ എന്നെ ഇങ്ങനെ പ്രാക്ടീസിന് കറക്കുമായിരുന്നു. അപ്പൊ എന്തായാലും ഇവരുടെ മോഹം കണ്ടോണ്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കണ്ടാലോ? തീർച്ചയായിട്ടും. ഒരു അടിപൊളി പെർഫോമൻസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്ക് കാണാം. ഓക്കെ. പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാളി, പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാളി, അക്ഷരപ്പൂവിൽ തേൻകൂടം വാർന്നു സുന്ദരി പെണ്ണാളി, മഴവില്ലിന്റെ വർണ്ണങ്ങൾ അനുരാഗത്തിൻ ചായങ്ങൾ, അഴകേഴും നിന്നിൽ കണ്ണും വെച്ചു പൊന്നേ പൊന്നാരി, പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാളി, അക്ഷരപ്പൂവിൽ തേൻകൂടം വാർന്നു സുന്ദരി പെണ്ണാളി.
മഞ്ഞു പോലെ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ മഞ്ഞു പോലെ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്നെ മുത്തുപോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ ഇളം തെന്നൽ പോലെ മഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്നെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ. സൂപ്പർ. ഞാൻ ഇങ്ങനെ അടച്ചിരിക്കുകയാണ് കാരണം അവിടുന്ന് കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഇതിന് എന്താ പറയാന്നുള്ളത് അറിയില്ല. അത്രയ്ക്കും ഫീൽ ഗുഡ്, എന്താ പറയുന്നേ, ഒരു ക്ലാസിക് പെർഫോമൻസ്. ഒഴുകായിരുന്നു അല്ലേ പാട്ടിനനുസരിച്ച്. ശരിക്കും നമ്മൾ പറയല്ലോ നമ്മുടെ ശരീരം കൊണ്ടൊരു പോയട്രി ആയിരുന്നു. സീരിയസ്ലി ശരിക്കും അത് നമുക്ക് ഫീൽ ചെയ്താ. നിങ്ങള് ശരിക്കും നമ്മൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഓരോ പോസ്റ്റേഴ്സും എത്രയും സ്ട്രെയിൻ എടുത്ത് എത്രയും പ്രാക്ടീസ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ബീങ് എ ഡാൻസർ നമുക്ക് അറിയാം. റിയലി ഹാറ്റ്സ് ഓഫ്. എനിക്കൊരു അത്ഭുതമാണ്, നിങ്ങൾ 1 വർഷം ആയുള്ളൂ ഇത് ചെയ്തു തുടങ്ങിയിട്ട്. സത്യം കേട്ടോ, ഒരു 10 വർഷം പോലും ഇങ്ങനെ ഒന്നിച്ചുണ്ടായി പ്രാക്ടീസ് ചെയ്താൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ റിയലി നിങ്ങളുടെ ആ ഒരു എഫേർട്ടിന് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ? ഇല്ല, അതോ റീൽസ് എടുക്കാൻ വേണ്ടി മാത്രമേ പ്രാക്ടീസ് ചെയ്യാറുള്ളൂ? യൂഷ്വലി ഞങ്ങൾ സ്പോട്ടിൽ പോയിട്ട് അവിടെ വെച്ച് സോങ് പ്ലാൻ ചെയ്യും. അവിടെ തന്നെ കുറേ ഫിലിം 20 മിനിറ്റ്സിൽ അങ്ങനെ വീഡിയോ എടുക്കും. ഇത് ആക്ച്വലി ഇന്നലെ ഒരു 2 hours ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഫ്ലോലെസ്. അതിനെയാണ് ബോൺ ടാലന്റ് എന്ന് പറയുന്നത്. സ്കില്ലിന് മുകളിൽ ടാലന്റ് ആവണം. വലിയ മജിഷ്യന്മാരുടെയൊക്കെ ചില നമ്പറുകൾക്കകത്ത് ഒരു ലോക്കിടും, പിന്നെ വേറെ ലോക്കിടും, അത് കഴിഞ്ഞ് പിന്നെ ലോക്കിടും, അങ്ങനെ ലോക്കിട്ടാ. ഡാൻസിനകത്ത് എങ്ങനെയൊക്കെ ലോക്കിടാവുന്ന ഇവര് പറഞ്ഞു തന്നു, കാണിച്ചു തന്നു. അല്ല, കാൽപാദമൊക്കെ ലോക്കായി ഇതിനിടയിൽ. അതൊന്നും പ്രതീക്ഷിക്കാത്ത ഭയങ്കരമായിട്ടുള്ള നമ്പറുകളുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരാണ് ഇത് കോറിയോഗ്രാഫി ചെയ്തെന്ന് അറിയണ്ട്. നവീൻ ചേട്ടൻ. നവീനാണല്ലേ? ഭയങ്കര രസമായിരുന്നു. ഭയങ്കര എന്താ പറയാ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ഒരു നിങ്ങൾക്ക് പറ്റുന്ന പാട്ടെടുത്തിട്ട് നിങ്ങൾ അതിനനുസരിച്ച് തന്നെ വളരെ മനോഹരമായ രീതിയിൽ അത് ചെയ്തു. ആദ്യത്തതിൽ നിന്ന് എന്തോരം വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ രണ്ടാമത്തെ പെർഫോമൻസ് എന്ന് പറയുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു മികവ് നമുക്ക് മനസ്സിലാകുന്നത്. സൂപ്പർ ബാൻ. എനിക്ക് പക്ഷെ ട്രിക്ക് മനസ്സിലായി. എന്താണ് കുങ്ഫുവിന്റെ സ്റ്റൈല് നേരെ നീട്ടാക്കിയതാ. അല്ല, ഞാൻ ചോദിച്ചു, ഞാൻ തമാശ പറഞ്ഞാണെങ്കിൽ അതിന്റെ അനായാസതയും ശരീരത്തിന്റെ ഭയങ്കരമായിട്ടുണ്ട്. അത് എന്താ പറയുക, ഒരു അഭ്യാസ മുറയിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഞങ്ങള് ഞെട്ടി. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ മറ്റേ 3-ാം പെരയിലെ കമലഹാസനെ പോലെ. എന്താണെന്നറിയാമോ, ഇത് കണ്ടിട്ട് ഇതിൽ പറയണ്ടേ നമ്മൾ എന്ത് പറയുന്നൊക്കെ. നിങ്ങൾ ശരിക്കും എവിടെ, സ്ഥലം എവിടെയാ? ഞങ്ങള് മരടാണ്. ഞാൻ മരടാണ്. രേഷ്മ പിറവം. ഓക്കെ, ശരി, എറണാകുളംകാരാണല്ലേ? അതെ അതെ. എന്തായാലും ഈ ബ്യൂട്ടിഫുൾ പെർഫോമൻസിന് ഞങ്ങളുടെ സൈഡിൽ നിന്നും ഒരു ചെറിയ സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. അല്ലേ മിന്നു? ലെറ്റ്സ് ഡു ഇറ്റ്. അല്ല, മറ്റേത് വന്നില്ല. ഏതാ? സ്ഥിരം മിന്നു സ്ഥിരം സാധനം ഡയലോഗ് പറയൂ, എന്നാലേ ഗിഫ്റ്റ്. ഓക്കെ, അപ്പൊ
എന്തായാലും ദേവി ചേച്ചി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാമോ? ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ദേവി ചേച്ചി തന്നെയാണ് ഈ ഒരു അവാർഡ് നൽകുന്നതിനായി. ലണ്ടൻ ക്ലാസിക് നൽകുന്ന രണ്ടുപേർക്കുള്ളതാണ്, രണ്ടുപേർക്കും നൽകുകയാണ്.